ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ ഗണിതം സബ്ജക്റ്റ് ആണ്. നമ്മുടെ ഒന്നാമത്തെ പാഠം 4 അക്ക സംഖ്യകൾക്കൊപ്പം. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ ക്ലാസ് എല്ലാവരും കണ്ടു കാണുമല്ലോ. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ 4 അക്ക സംഖ്യകൾക്കൊപ്പം എന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. നമ്മൾ ഫസ്റ്റ് പാർട്ടിന്റെ ക്ലാസ്സിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് 1ന്റെ ക്ലാസ് കാണാൻ പറ്റും. അപ്പോൾ അത് കണ്ടത് അതിൽ നമ്മൾ ആയിരങ്ങളെ കുറിച്ചിട്ടും എന്താണ് എങ്ങനെയൊക്കെയാണ് ആയിരങ്ങൾ പറയുക, എങ്ങനെയാണ് എഴുതുക, എങ്ങനെയാണ് കൂട്ടുക കുറയ്ക്കുക എന്നുള്ള കാര്യം, 4 അക്ക സംഖ്യകൾ തമ്മിൽ എങ്ങനെയാണ് കൂട്ടുക തുടങ്ങിയ ക്ലാസ്സുകളെല്ലാം നമ്മൾ ഒന്നാമത്തെ പാർട്ടിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ പാഠത്തിന്റെ പേരെന്താണ്? 4 അക്ക സംഖ്യകൾക്കൊപ്പം. അപ്പൊ നമ്മൾ ഇവിടെ തുടങ്ങുന്ന ടോപ്പിക് കുട്ടികളുടെ സമ്പാദ്യം എന്നുള്ള ഈ ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? കുട്ടികളുടെ സമ്പാദ്യം. നിങ്ങൾക്ക് സമ്പാദ്യശീലമുണ്ടോ? എന്താ സമ്പാദ്യശീലം എന്ന് വെച്ചാൽ നിങ്ങൾ കാശൊക്കെ എടുത്തു വെക്കില്ലേ, കുറച്ചായിട്ട്. ഇത് കണ്ടോ, നിങ്ങൾ നിക്ഷേപം ഉണ്ടാവും. 50 രൂപ എടുത്തു വെക്കും, പിന്നെ ഒരു 100 രൂപ അല്ലെങ്കിൽ 50 രൂപ, അങ്ങനെ നമ്മൾ കുറച്ചായിട്ട് കാശ് എടുത്തു വെക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? സമ്പാദ്യശീലം എന്ന് പറയാ. അപ്പൊ ഇവിടെ നോക്കൂ, എന്താ പറയുന്നത്? റീനയും കൂട്ടുകാരും എല്ലാ മാസവും ബാങ്കിൽ തുക നിക്ഷേപിക്കാറുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ റീന നിക്ഷേപിച്ചു. നോക്കൂ, അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മൾ സെപ്റ്റംബർ തൊട്ടിട്ട് മാർച്ച് വരെ മാസങ്ങളാണത്. ആ മാർച്ച് വരെ എത്ര രൂപയാണ് നിക്ഷേപം എന്ന് വെച്ചാൽ എത്ര രൂപയാണ് ബാങ്കിലിട്ട തുകയാണ് ഇവിടെ നിക്ഷേപം. ആകെ മൊത്തം എത്ര രൂപ ഉണ്ട് അതാണ് അടുത്ത കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ സെപ്റ്റംബറിൽ റീന 50 രൂപയാണ് നിക്ഷേപിച്ചത്. അപ്പൊ ആകെ 50 രൂപ ഉള്ളൂ അല്ലെ. പിന്നെ ഒക്ടോബറിൽ 100 രൂപയും കൂടി ഇട്ടു. അപ്പൊ അടുത്ത എത്ര? ഈ 50 കൂടെ 100 കൂട്ടിയാൽ എത്രയായി? 150. നവംബറിൽ വീണ്ടും ഒരു 100 ഇട്ടു. അപ്പൊ 150 ഉണ്ട്. 150 കൂടെ വീണ്ടും ഒരു 100 രൂപ ഇട്ടു. അപ്പൊ 250. ഡിസംബറിൽ വീണ്ടും ഒരു 200 രൂപയാണ് ഇട്ടത്. അപ്പൊ 250 കൂടെ 250 രൂപ കൂട്ടുമ്പോൾ 200 കൂടെ കൂട്ടുമ്പോൾ 450. ജനുവരിയിൽ 100 രൂപയാണ് ഇട്ടത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ ആകെ തുകയുടെ കൂടെ നിക്ഷേപം ജനുവരിയിൽ എത്ര രൂപ ഇട്ടു അതാണ് കൂട്ടേണ്ടത്. അപ്പൊ 450ന്റെ കൂടെ എത്ര കൂട്ടണം? എത്രയാണ് കൂട്ടേണ്ടത്? 100 രൂപ കൂട്ടണം. ഇതുപോലെ കൂട്ടുക. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കൂ, നമ്മൾ പറഞ്ഞ പോലെ എങ്ങനെ കൂട്ടുക? ആദ്യം ഈ സീറോ തമ്മിൽ കൂട്ടുക. അല്ലാണ്ട് ഇവിടെ ഇതാണോ ആദ്യം കൂട്ടുക? അല്ല അല്ലെ. ആദ്യം ഈ സീറോസ് തമ്മിൽ കൂട്ടി, പൂജ്യങ്ങൾ തമ്മിൽ ഈ സൈഡിൽ നിന്നാണ് നമ്മൾ കൂട്ടി തുടങ്ങേണ്ടത്. അതായത് നമ്മുടെ വലത് സൈഡിൽ നിന്ന് നമ്മൾ കൂട്ടിയിട്ട് ഇടത് സൈഡിലേക്കാണ് പോവുക. അപ്പൊ ആദ്യം വലത് സൈഡിലെ ഈ 2 സീറോസ് തമ്മിൽ കൂട്ടി ഇവിടെ ഉത്തരം എഴുതുക. 0 കൂടെ കൂട്ടിയ ഉത്തരം എപ്പോഴും എന്താ വരുള്ളൂ? 0. പിന്നെ 5ഉം 0 കൂടെ കൂട്ടി ഈ അടുത്ത സംഖ്യ 5, ഈ 0 അതിന് തൊട്ട് താഴെയുള്ള നമ്പറും കൂടിയാണ് നമ്മൾ കൂട്ടേണ്ടത്. അപ്പൊ 0 ഏതോ ഒരു സംഖ്യയുടെ കൂടെ കൂട്ടിയാലും അവിടെ എന്താ വരിക? ഏത് സംഖ്യയാണോ ആ സംഖ്യയിൽ, അതായത് 5ഉം 0 കൂട്ടിയാൽ 5. ഉത്തരം എന്തേ വരുള്ളൂ? 5. 4ഉം 1ഉം കൂടെ കൂട്ടുക. 4ഉം 1ഉം കൂടെ കൂട്ടിയിട്ട് ഉത്തരം പറഞ്ഞേ എത്രയാണ്? 5. അപ്പൊ ഉത്തരം എന്ത് കിട്ടി? 550. ഓക്കെ, അപ്പൊ ജനുവരിയിൽ ആകെ എത്രയുണ്ട്? 550. പിന്നെ ഫെബ്രുവരിയിൽ എത്ര രൂപയാണ് നിക്ഷേപം ഇട്ടത് എന്നല്ല തന്നിരിക്കുന്നത്, പകരം എന്താ തന്നിരിക്കുന്നത്? ആകെ എത്ര രൂപയുണ്ടെന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. അതായത് ആകെ ഫെബ്രുവരിയിൽ എത്രയോ രൂപ ഇട്ടു, നിക്ഷേപം എത്ര രൂപയാണെന്ന് തന്നിട്ടില്ല. എത്രയോ രൂപ ഇട്ടു. അപ്പൊ ആകെ എത്ര രൂപയായി? 550 രൂപ എന്നത് 750 രൂപ എന്നായി. അപ്പൊ എത്ര രൂപയായിരിക്കും ആ കുട്ടി നിക്ഷേപിച്ചിട്ടുണ്ടാവുക എന്നാണ് ചോദ്യം. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ പ്ലസ് ചെയ്താൽ ഉത്തരം കിട്ടില്ല. 200 എന്നുള്ള ഉത്തരം എങ്ങനെ കിട്ടുക? ഇപ്പൊ ഫെബ്രുവരിയിൽ എത്ര രൂപയുണ്ട്? 750 ഉണ്ട്. ജനുവരി എത്ര രൂപ ഉണ്ടായിരുന്നു? 550 രൂപ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സംഖ്യകൾ തമ്മിൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. 750 നിന്നും 550 കുറയ്ക്കുക. അപ്പൊ കുറയ്ക്കുമ്പോഴും ആദ്യം എവിടെ നിന്നാണ് കുറയ്ക്കേണ്ടത്? ആദ്യം നമ്മൾ വലത് സൈഡുള്ള ഈ സംഖ്യകൾ തമ്മിലാണ് കുറയ്ക്കുക. 0 0 കുറച്ചാൽ ഉത്തരം എന്താ വരിക? 0. അപ്പൊ 0യും 0യും കൂട്ടിയാലും ഉത്തരം 0യാണ്. 0യും 0യും കൂടെ അതായത് കുറച്ചാൽ മൈനസ് ചെയ്താലും ഉത്തരം എന്താ വരിക? 0യാണ് വരിക. അടുത്തത് 5ഉം 5ഉം ഒരേ സംഖ്യകൾ തമ്മിൽ പരസ്പരം കുറച്ചാലും ഉത്തരം എന്താ വരിക? 0 അല്ലെ, 0 തന്നെയാണ്. അടുത്തത് 7ഉം 5ഉം 7ൽ നിന്നും 5 കുറയ്ക്കുക. 7ൽ നിന്ന് 5 കുറച്ചാൽ എത്ര ഉത്തരം വരിക? 2. അപ്പൊ ഉത്തരം എന്താണ്? 200 രൂപയാണ് ആ കുട്ടി ഫെബ്രുവരിയിൽ റീനയും കൂട്ടരും നിക്ഷേപിച്ചത് 200 രൂപയാണ്. അപ്പൊ 750 രൂപയുണ്ട്. മാർച്ചിൽ ഒരു 100 രൂപയും കൂടി ഇട്ടാൽ ആകെ എത്ര രൂപയാവും? 750 കൂടി 100 കൂട്ടുക. 750 കൂട്ടണം 100. ഉത്തരം എത്ര കിട്ടി? 850. അപ്പൊ ഇങ്ങനെയാണ് കൂട്ടേണ്ടത്. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? പട്ടിക പൂർത്തിയാക്കുമല്ലോ. അപ്പൊ ഇതുപോലെ നമ്മൾ ഈ പട്ടിക പൂർത്തിയാക്കി ആകെ നിക്ഷേപിച്ചത് അക്ക
അക്കത്തിൽ അക്ഷരത്തിൽ. അക്കത്തിൽ പറഞ്ഞാൽ ഇതുപോലെ നമ്പർ എഴുതിയിട്ട് എഴുതുന്നത് നമ്മൾ അക്കത്തിൽ എന്ന് പറയുന്നത്. അക്ഷരത്തിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുക, അതിനെയാണ് നമ്മൾ അക്ഷരത്തിലായിട്ട് നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പൊ അക്കത്തിൽ ആദ്യം എഴുതാം. എത്ര രൂപയാണ് മാർച്ചിൽ മൊത്തം എത്ര രൂപ ഉണ്ട്, എത്ര രൂപ ആകെ നിക്ഷേപിച്ചു ഇവിടെ ഉള്ളത് 850. ഈ അക്കത്തില് ഇങ്ങനെ എഴുതി. അടുത്ത അക്ഷരത്തിൽ നമുക്ക് ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇതിനെങ്ങനെയാണ് വായിക്കുക, 850. എങ്ങനെയാണ് 850. അപ്പൊ അത് എഴുതുക. വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറന്നു. ജൂൺ മാസത്തിൽ 150 രൂപയാണ് റീന നിക്ഷേപിച്ചത്. അപ്പൊ അങ്ങനെ മാർച്ച് സ്കൂൾ പൂട്ടി. പിന്നെ വേനലവധിയൊക്കെ കഴിഞ്ഞ് ജൂണിൽ സ്കൂൾ തുറന്നപ്പോൾ ജൂൺ മാസത്തിൽ റീന 150 രൂപയാണ് നിക്ഷേപിച്ചത്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ ആയിട്ടുണ്ടാവുമ്പോൾ മാർച്ചിൽ 850 രൂപയുണ്ട്, അതിന്റെ കൂടെ 150 രൂപ കൂടെ റീന നിക്ഷേപിച്ചു. അപ്പൊ കൂട്ടുക. 850 കൂടെ 150 രൂപ കൂട്ടിയിട്ട് ഉത്തരം പറഞ്ഞേ. 0യും 0യും കൂട്ടിയാൽ ഉത്തരം 0. 5ഉം 5ഉം കൂട്ടിയാൽ ഉത്തരം എന്താണ് 10. 10ന്റെ 0 നമ്മൾ താഴെ എഴുതണം. 1 മേലെ എഴുതും. അടുത്ത സംഖ്യയുടെ മേലെ എഴുതി. ഇനി 8ഉം 1ഉം 1ഉം കൂടെ കൂട്ടുക. അതായത് ഇവിടെ ഈ 3 സംഖ്യകൾ തമ്മിലും കൂട്ടണം. 8ഉം ഈ 1ഉം 8ഉം കൂട്ടുക 9 അല്ലേ. 9ന്റെ കൂടെ ഒരു 1ഉം കൂടെ കൂട്ടുമ്പോൾ ഉത്തരം എന്താ കിട്ടുക, 10. അപ്പൊ ഉത്തരം ജൂൺ മാസത്തെ എത്ര ആകെ നിക്ഷേപം എത്ര രൂപയായി, 1000. അപ്പൊ അക്കത്തിൽ നമ്മൾ ആദ്യം എഴുതുക, എന്നിട്ട് അതിന് അക്ഷരത്തിൽ എങ്ങനെ ഇത് വായിക്കുന്നത് എങ്ങനെയാണ്, 1000. ഒരു 1000 എന്നൊക്കെ പറയോ, ഇല്ല അല്ലെ. 1000 എന്നാണ് നമ്മൾ പറയുക. അത് എഴുതുക, അതാണ് അക്ഷരത്തിൽ എഴുതുന്നത്. ഓക്കെ. അടുത്തത് നൂറുകൾ ചേർന്നാൽ. നൂറുകൾ ചേർന്നാൽ ഇവിടെയും ഒരു പട്ടികയാണ് തന്നിരിക്കുന്നത്. നിക്ഷേപ പട്ടിക തന്നെയാണ് കേട്ടോ. അപ്പൊ ജനുവരി മുതലുള്ള 6 മാസങ്ങളിൽ ഓരോ മാസവും 100 രൂപ വീതമാണ് മനോജ് നിക്ഷേപിച്ചത്. നിക്ഷേപ പട്ടിക പൂർത്തിയാക്കുക. അപ്പൊ ജനുവരി തൊട്ടിട്ട് ജൂൺ വരെ ഓരോ മാസവും 100 രൂപ 100 രൂപ 100 രൂപയാണ് നിക്ഷേപിച്ചതെങ്കിൽ ആകെ എത്ര രൂപയാണ്. ജൂൺ വരെയുള്ള ആകെ നിക്ഷേപം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നോക്കിക്കേ, 1000 രൂപയുണ്ട്. ജനുവരിയിൽ 100 രൂപ ഇട്ടു. അപ്പൊ എത്രയാണ് കിട്ടുന്നത്, 1100. 1100 ഒരു 100 ഇട്ടത് അല്ലെ. വീണ്ടും ഫെബ്രുവരിയിൽ 100 ഇട്ടു. അപ്പൊ അടുത്ത് 1100ന്റെ കൂടെ 100 രൂപയും കൂടെ ചേർന്നാൽ എത്ര രൂപയാണ്, 1100ന്റെ കൂടെ 100 രൂപ കൂട്ടി നോക്കുക. ഉത്തരം എന്ത് കിട്ടി, 1200. 1200. അടുത്തത് മാർച്ചിൽ വീണ്ടും ഒരു 100 രൂപ ഇട്ടു. അപ്പൊ എത്ര കിട്ടും, 1200ന്റെ കൂടെ 100 രൂപ കൂട്ടി നോക്കുക. എത്രയാണ് കിട്ടുക, 1300. അപ്പൊ ഇനി നമുക്ക് കൂട്ടാണ്ട് തന്നെ ഉത്തരം പറയാൻ പറ്റും. ഇതുപോലെ അങ്ങനെ കൂട്ടി നോക്കാണ്ട് തന്നെ ഉത്തരം പറയാൻ കിട്ടില്ലേ. 1000, 1100, 1200, 1300. 100 കൂടുകയാണ് അല്ലെ. അപ്പൊ എന്തായിരിക്കും, 3 കഴിഞ്ഞ അടുത്ത് എന്താ വരിക, 4 ആണ് അല്ലെ. അപ്പൊ 100 രൂപയും കൂടെ കിട്ടാൽ 1400. വീണ്ടും ഒരു 100 രൂപയും കൂടെ കിട്ടാൽ 1500. വീണ്ടും 100 രൂപ ഇട്ടു, 1600. അപ്പൊ ജൂൺ വരെയുള്ള ആകെ നിക്ഷേപം എത്രയാണ്, അക്കത്തിൽ പറഞ്ഞേ, 1600. അക്ഷരത്തിൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും, 1600. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. എങ്ങനെയാണ് വായിക്കുക, 1000. ആദ്യം 1000 അല്ലേ, 1000, ബാക്കി 600. ഡിസംബർ വരെ 100 രൂപ വീതം നിക്ഷേപിച്ചാൽ ആകെ എത്ര രൂപയാകും എന്നുവെച്ചാൽ ജൂൺ വരെ 100 രൂപ ഇട്ടു, 1600 ഉണ്ട്. ഇനി ഡിസംബർ മാസം വരെ 100 രൂപ ഇട്ടു. അപ്പൊ ജൂൺ കഴിഞ്ഞ് ഡിസംബർ വരെ പറയാം എത്ര മാസങ്ങളുണ്ട്, ജൂൺ കഴിഞ്ഞിട്ട് എണ്ണി നോക്കുക. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. 6 മാസങ്ങളാണ് ഉള്ളത് അല്ലെ. അപ്പൊ നമുക്കറിയാം 6 100 ഇട്ടു എന്നാണ് എന്റെ അർത്ഥം. അപ്പൊ 6 100 എന്ന് വെച്ചാൽ എത്ര രൂപയാണ്, 600 ആണ് അല്ലെ. 6 100 600 രൂപയാണ്. അപ്പൊ 600 രൂപയും കൂടി ഇട്ടു ഓരോ മാസം. അതായത് ജൂലൈയിൽ 100 ഇട്ടു, ഓഗസ്റ്റ് 100 ഇട്ടു, സെപ്റ്റംബർ 100 ഇട്ടു. അപ്പൊ 100 അങ്ങനെ ഓരോ മാസം വീണ്ടും 100 രൂപ ഇട്ട് ഡിസംബർ വരെ 100 രൂപ ഇട്ടാൽ 6 മാസങ്ങളാണ്. ജൂൺ കഴിഞ്ഞ് ഡിസംബർ വരെ വരുമ്പോൾ 6 മാസങ്ങൾ. അപ്പൊ ഈ 1600ന്റെ കൂടെ ഒരു 600 രൂപയും കൂടെ നമ്മൾ കൂട്ടുകയാണ്. 1600ന്റെ കൂടെ 600 കൂട്ടുമ്പോൾ ഉത്തരം എന്താണ് കിട്ടുന്നത്, ഇവിടെ 6ഉം കൂട്ടുമ്പോൾ ഉത്തരം 12 ആണ് അല്ലെ. 12. അപ്പൊ അതിൽ എന്ത് ചെയ്യണം, 2ന് താഴെ എഴുതണം, 1ന് അടുത്ത സംഖ്യയുടെ മുകളിൽ എഴുതുക. 1ഉം 1ഉം കൂടെ കൂട്ടുമ്പോൾ ഉത്തരം എന്താണ്, 2. അപ്പൊ ഉത്തരം എത്രയാണ്, 2200. എങ്ങനെ വായിക്കുക, ഇത് 1000 ഒന്നാണ് അല്ലെ. അപ്പൊ 1600. ഇവിടെ എത്ര ആയിരങ്ങളാണ് ഉള്ളത്, 2 ആയിരങ്ങളാണ്. അപ്പൊ നമ്മൾ എങ്ങനെ വായിക്കും, 2200. 2200. അടുത്തത് ഓട്ട മത്സരം. 100 മീറ്റർ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന 6 കുട്ടികൾക്ക് 1000 മുതൽ തുടർച്ചയായ നമ്പറുകളാണ് നൽകിയിരിക്കുന്നത്. അത് ക്രമമായി എഴുതൂ. ഇവിടെ എന്താ ചെയ്യാൻ പറയുന്നത്, 100 മീറ്റർ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന 6 കുട്ടികളാണ് നിൽക്കുന്നത് അല്ലെ. അപ്പൊ 1000 മുതൽ തുടർച്ചയായ നമ്പറുകളാണ്. അത് 1000 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ, അതിന്റെ അടുത്ത സംഖ്യ, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്പർ എപ്പോഴും 1000 മുതലാണ് പറഞ്ഞത്. അപ്പൊ ആദ്യത്തെ സംഖ്യ എപ്പോഴും എന്തായിരിക്കും, 1000 ആയിരിക്കും. 1000 മുതൽ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 1000ത്തിന് ശേഷമല്ല, 1000 മുതൽ എന്നാണ് പറയുന്നത്. അപ്പൊ 1000 ആണ് ആദ്യത്തെ കുട്ടിയുടെ നമ്പർ. അടുത്ത കുട്ടിയുടെ നമ്പർ അതിന്റെ 1000 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ എത്രയാണ്, 1001. 1000 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ 1001. അത് കഴിഞ്ഞാൽ 1002. അടുത്തത് 1003, 1004, 1005. അപ്പൊ അങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ
6 കുട്ടികളുടെ നമ്പർ എഴുതിയിട്ടുണ്ട്. അടുത്തത് മത്സരത്തിൽ പങ്കെടുക്കുന്ന 5 കുട്ടികൾക്ക് കൂടി തുടർച്ചയായ നമ്പറുകൾ നൽകണം, അത് എഴുതി നോക്കൂ. അപ്പൊ ഇവിടെ വീണ്ടും 1005 കണ്ട് വീണ്ടും ഒരു 5 കുട്ടികളുടെ കൂടെ നമ്പർ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ 1005, 5 കഴിഞ്ഞ് 4 കഴിഞ്ഞാൽ 5, 5 കഴിഞ്ഞ അടുത്ത സംഖ്യ എത്രയായിരിക്കും? 1006. അടുത്തത് 1007, 1008, 1009, 1010. കണ്ടോ? അപ്പൊ 1010 എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ആയിരങ്ങളുടെ എല്ലാം 4 അക്ക സംഖ്യകളാണ് അല്ലെ. അപ്പൊ നമ്മളിവിടെ ഒരു 2 0 ഇട്ടിട്ട് വീണ്ടും ഒരു 10 എഴുതരുത്. പകരം എന്ത് ചെയ്യണം? 1 1 0 1 0 ഇങ്ങനെയാണ് 1010 എഴുതേണ്ടത്. 1010 വായിക്കുക, 1010. അടുത്തത് പിറന്നാളിന് പുസ്തകം. രാമപുരം LP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവരുടെ പിറന്നാളിന് ലൈബ്രറിയിലേക്ക് പുസ്തകം നൽകാറുണ്ട്. ലൈബ്രറിയിൽ നേരത്തെ ഉണ്ടായിരുന്നത് 1003 പുസ്തകമാണ്. ജൂൺ മാസത്തിൽ 1ാം ക്ലാസ്സിൽ നിന്ന് ലൈബ്രറിയിലേക്ക് 3 പുസ്തകം ലഭിച്ചു. ഇപ്പോൾ ആകെ എത്ര പുസ്തകങ്ങൾ ഉണ്ട്? മൊത്തം 1003 പുസ്തകമുണ്ട്. ജൂൺ മാസത്തിൽ 1ാം ക്ലാസ്സിൽ നിന്ന് ലൈബ്രറിയിലേക്ക് 3 പുസ്തകം കൂടി കിട്ടുകയാണ് ചെയ്യുന്നത് അല്ലെ. 3 പുസ്തകം കൂടി നമുക്ക് കിട്ടി. അപ്പൊ 1003ന്റെ കൂടെ 3 കൂട്ടുക. അപ്പൊ 1003ന്റെ കൂടെ എങ്ങനെയാണ്? അപ്പൊ നമുക്ക് സാധാരണ ഇങ്ങനെ എഴുതി കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. എങ്ങനെ ചെയ്താൽ മതി? 3 വിരലെടുത്തിട്ട് നമുക്ക് എണ്ണി നോക്കിക്കേ. 1003 കഴിഞ്ഞാൽ 3 വിരലെടുത്തിട്ട് പറഞ്ഞേ. 1004, 1005, 1006 അല്ലെ. നമുക്ക് വേഗം വിരലെടുത്ത് ഇങ്ങനെ എണ്ണി നോക്കാം അല്ലെ. 1003 കഴിഞ്ഞിട്ട് എണ്ണി നോക്കിയാൽ പോരെ 3 വിരലെടുത്തിട്ട് അല്ല. അപ്പൊ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അതല്ലാതെ നമുക്ക് എഴുതി എങ്ങനെയാണ് ചെയ്യാന്നാണ് കാണിക്കുന്നത്. 1003ന് കൂടെ 3 എഴുതുക. എവിടെയാണ് 3 എഴുതേണ്ടത്? 1ന്റെ താഴെയാണോ എഴുതേണ്ടത്? 3ന്റെ താഴെയോ? എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒരു ഡിജിറ്റ്, അതായത് ഒറ്റക്ക സംഖ്യയാണ് അല്ലെ. 3 എന്ന് പറയുന്നത് ഒറ്റക്ക സംഖ്യയാണ്. അപ്പൊ അത് എന്ത് ചെയ്യണം? ഇവിടെ നിന്നാണ് എഴുതേണ്ടത് കേട്ടോ. 3ന്റെ താഴെയാണ് 3 എഴുതേണ്ടത്. 3ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ ഉത്തരം എന്താ വരിക? 6. പിന്നെ അറിയാലോ, 0ത്തിന് താഴെ ഒന്നുമില്ല, അപ്പൊ ഇറക്കി എഴുതുക. ഈ 0ത്തിന് താഴെ ഒന്നുമില്ല, അപ്പൊ ഇറക്കി എഴുതുക. ഒന്നും എന്ത് ചെയ്യണം? ഇറക്കി എഴുതണം. അപ്പൊ ഉത്തരം എന്ത് കിട്ടും? 1006. അപ്പൊ ഇപ്പൊ ആകെ എത്ര പുസ്തകമുണ്ട്? 1006. ജൂൺ മാസത്തിൽ മറ്റു ക്ലാസ്സുകളിൽ നിന്ന് 9 പുസ്തകം കൂടി ലൈബ്രറിയിലേക്ക് കിട്ടി. ആകെ പുസ്തകങ്ങൾ എത്ര? ഇപ്പൊ എത്ര ബുക്ക് ഉണ്ട്? 1006 പുസ്തകമുണ്ട്. അതിന്റെ കൂടെ 9 പുസ്തകങ്ങൾ കൂട്ടും. അപ്പൊ ഇതിന് എന്ത് ചെയ്യാൻ മതി? വിരലെടുത്ത് എണ്ണി നോക്കിയിട്ട് പറയാൻ പറ്റില്ല. ഒരു 9 വിരലെടുക്കുക അല്ലെ. കൈകളിൽ 9 വിരലെടുത്തു. എന്നിട്ട് 1006 കഴിഞ്ഞിട്ട് എണ്ണി നോക്കിക്കുക. 1007, 1008 അങ്ങനെ എണ്ണി നോക്കുക. അതല്ലെങ്കിൽ കൂട്ടി നോക്കാനും പറ്റും. ഇതുപോലെ എഴുതി കൂട്ടും ചെയ്യാം. അപ്പൊ നമുക്കറിയാം 6ഉം 9ഉം കൂടെ കൂട്ടുമ്പോൾ ഉത്തരം എന്താണ് വരുന്നത്? 15. അപ്പൊ 5ന് താഴെ എഴുതി. 15ലെ 5ന് താഴെ എഴുതി. 1ന് അടുത്ത സംഖ്യയുടെ മുകളിൽ എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുക. അതായത് 1ഉം 0ഉം കൂടെ കൂട്ടി ഉത്തരം 1. 0ന് ഇറക്കി എഴുതി, 1നും ഇറക്കി എഴുതി. അപ്പൊ ഉത്തരം എന്താ കിട്ടിയത്? 1015. 1006ന്റെ കൂടെ 9 കൂട്ടിയാൽ 1015. അത് ജൂലൈ മാസത്തിൽ ലഭിച്ച 7 പുസ്തകത്തിന് ക്രമമായി നമ്പർ നൽകൂ. ഇവിടെ 1020 എഴുതിയിട്ടുണ്ട്. അപ്പൊ 1020 കഴിഞ്ഞാലുള്ള 2 നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. അതായത് 1020ന് ശേഷമുള്ള നമ്പറുകൾ. 1020ന് തൊട്ട് മുമ്പുള്ള നമ്പറുകളാണ് നമ്മൾ ഇവിടേക്ക് എഴുതേണ്ടത്. തുടർച്ചയായ നമ്പറുകളാണ്. അത് നമുക്ക് 1020ന് 1016, 1017, 1018, 1019, 1020, 1021, 1022. അടുത്തത് തെറ്റ് കണ്ടുപിടിക്കൂ. 1000നോട് 2 കൂട്ടാൻ പറഞ്ഞപ്പോൾ അനു ചെയ്തത് നോക്കൂ. എങ്ങനെയാണ് അനു ചെയ്തിരിക്കുന്നത് നോക്കി. 1000നോട് 2 കൂട്ടാൻ പറഞ്ഞപ്പോൾ 2 എവിടെ എഴുതിയിരിക്കുന്നത്? 1ന്റെ താഴെ എഴുതി. നമ്മൾ പറഞ്ഞിരുന്നു എവിടെ എഴുതണം? എപ്പോഴും വലത് സൈഡിൽ നിന്നാണ് അല്ലേ തുടങ്ങുക. വലത് സൈഡ് ഇവിടെ ചേർത്ത് വേണം നമ്മൾ എഴുതണമെങ്കിൽ. 2 എന്ന് പറഞ്ഞ് ഈ വരയ്ക്കും വലത് സൈഡ് കാണുന്ന ഈ 0ത്തിന്റെ താഴെ ആയിട്ടാണ് എഴുതേണ്ടത്. അപ്പൊ ഉത്തരം തന്നെ മാറിപ്പോയി അല്ലേ. ഉത്തരം കിട്ടേണ്ടത് എന്തായിരുന്നു? 1000നോട് 2 കൂട്ടിയാൽ 1001, 1002. 1002 ആണ് കിട്ടേണ്ടത്. പകരം നോക്കിയാൽ ഉത്തരം 3000 കിട്ടിയിരിക്കുന്നത്. അപ്പൊ അനുവിന്റെ ഉത്തരം ശരിയാണോ? അല്ല, ശരിയല്ല. എന്തുകൊണ്ടാണ്? 2 എഴുതിയ സ്ഥാനം തെറ്റാണ്. 2 എന്ത് ചെയ്തിരിക്കുന്നത്? തെറ്റായ സ്ഥാനത്താണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ശരിയായ ഉത്തരം എത്രയേ? 1002. എങ്ങനെ കിട്ടി? 1000ന്റെ കൂടെ 2 ഇങ്ങനെയാണ് കൂട്ടേണ്ടിയിരുന്നത്. 1000ന്റെ കൂടെ 2 കൂട്ടി. അപ്പൊ ഉത്തരം എന്ത് കിട്ടി? 1002. അടുത്തത് ഒരക്ക സംഖ്യ കൂട്ടാം. നമ്മൾ പറഞ്ഞു അക്കങ്ങൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇങ്ങനെ 1, 2, 3, 4 അങ്ങനെ 10 വരെയുള്ള നമ്മൾ 0 വരെയുള്ള അക്കങ്ങളെ മലയാളത്തിൽ എങ്ങനെ എഴുതുക എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മലയാള അക്കങ്ങളാണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. അടുത്ത ഒരക്ക സംഖ്യ കൂട്ടാം. അപ്പൊ നമ്മൾ പറഞ്ഞു 4 അക്ക സംഖ്യകൾ പഠിച്ചു അല്ലെ. അപ്പൊ 2000നോട് ഒരക്ക സംഖ്യ കൂട്ടി നോക്കും. അപ്പൊ എങ്ങനെയാണ് ഒരക്ക സംഖ്യ കൂട്ടുക എന്നാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് 1000ന്റെ കൂടെ 2 കൂട്ടിയത്, 3 കൂട്ടിയതെന്നൊക്കെ പറഞ്ഞു. ഇവിടെ അടുത്ത 2 അക്ക സംഖ്യ 2000 ആണ് തന്നിരിക്കുന്നത്. 2000ന്റെ കൂടെ ഒരക്ക സംഖ്യ ആയിട്ടുള്ള 5 കൂട്ടാനാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 2000 കൂടെ നമുക്ക് എഴുതി വേണമെങ്കിൽ ഇങ്ങനെ എഴുതി കൂട്ടാൻ പറ്റും. ഇതുപോലെ എഴുതി കൂട്ടാം.
അപ്പൊ 2005 കിട്ടി. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ വിരലുകൾ എടുത്തിട്ട് എണ്ണി നോക്കാം. 5 വിരൽ എടുക്കണു അല്ലെ, നമുക്ക് 2000 വിരൽ എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്തു? ഏറ്റവും ചെറിയ സംഖ്യ ആയിട്ടുള്ള 5 നമുക്ക് എടുക്കാൻ പറ്റില്ല. 5 ഫിംഗേഴ്സ് എടുത്തു, 5 വിരലെടുത്തു. 2000 കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണുക. 2001, 2002, 2003, 2004, 2005. ഓക്കെ, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എഴുതി കൂട്ടുകയും ചെയ്യാം. അപ്പൊ ഉത്തരം എന്താ കിട്ടുക? 2005. അതുപോലെ 2000 അടുത്ത് എന്താ കൂട്ടിയിരിക്കുന്നത് നോക്കിക്കേ. നമ്മൾ രണ്ടക്ക സംഖ്യയാണ് കൂട്ടിയിരിക്കുന്നത്. 2000 കൂടെ ഒരു രണ്ടക്ക സംഖ്യ കൂട്ടിയിട്ടുണ്ട്. 2000 കൂടെ 10 കൂട്ടിയാൽ എന്താ വരിക? 2000 കൂടെ 10 കൂട്ടിയാൽ 2010. 4000, 5000 ഇവയോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരക്ക സംഖ്യ കൂട്ടുക. ഇത്തരത്തിൽ നാലക്ക സംഖ്യയോട് രണ്ടക്ക സംഖ്യകളും മൂന്നക്ക സംഖ്യകളും കൂട്ടി നോക്കൂ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരക്ക സംഖ്യ കൂട്ടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അതുപോലെ എങ്ങനെയാണ് രണ്ടക്ക സംഖ്യ കൂട്ടുക എന്നാണ് പറയുന്നത്. അപ്പൊ 2000 കൂടെ 54 കൂട്ടിയ ഉത്തരം എന്താ വരിക? കൂട്ടി നോക്കി. 2000 കൂടെ 54 കൂട്ടുക. എങ്ങനെയാ കൂട്ടുക എന്ന് ഇവിടെ കാണിക്കുന്നത് കണ്ടോ? 2054. അടുത്തത് 6000 കൂടെ 10 കൂട്ടിയ 6010. 8000 കൂടെ 26 കൂട്ടിയ ഉത്തരം എത്രയാണ്? 5000 കൂടെ 99 കൂട്ടിയ എത്രയാണ് ഉത്തരം? 8000 കൂടെ 26 കൂട്ടിയാൽ 8026. കൂട്ടി നോക്കുക. ഇതുപോലെ നിങ്ങൾക്ക് 26 ഫിംഗേഴ്സ് നമ്മൾ വിരലുകളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇതുപോലെ എഴുതി കൂട്ടണം. അപ്പൊ 8000 കൂടെ 26 കൂട്ടിയാൽ 8026. 5000 കൂടെ 99 കൂട്ടിയാൽ 5099. അടുത്തത് മൂന്നക്ക സംഖ്യകളാണ്. നാലക്ക സംഖ്യകളോടൊപ്പം മൂന്നക്ക സംഖ്യകളാണ് കൂട്ടുന്നത്. 2000 കൂടെ 303 കൂട്ടിയാൽ എത്രയാണ് ഉത്തരം? എങ്ങനെ കൂട്ടുക? 2000 കൂടെ 303 നമ്മൾ കൂട്ടുന്നത്. അപ്പൊ 2303. 6000 കൂടെ 410 കൂട്ടിയാൽ 6410. 8000 കൂടെ 264 കൂട്ടിയാൽ 8264. അടുത്ത 5000 കൂടെ 999 കൂട്ടിയാൽ എന്താ ഉത്തരം വരിക? 5999. അപ്പൊ ഇതുപോലെ ഇനിയും ഒരുപാട് സംഖ്യകൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ എഴുതിയിട്ട് കൂട്ടി നോക്കുക. എന്നിട്ട് നാലക്ക സംഖ്യകളുടെ കൂടെ രണ്ടക്ക സംഖ്യകളും മൂന്നക്ക സംഖ്യകളൊക്കെ കൂട്ടി നോക്കുക. നമ്മളിവിടെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇതുപോലെ കൂട്ടി നോക്കിയിട്ട് ഉത്തരം കണ്ടെത്തി എഴുതുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ 4000 കൂടെ 67 കൂട്ടിയാൽ ഉത്തരം എത്രയാണ്? അതുപോലെ 9000 കൂട്ടണം 24, 3000 കൂട്ടണം 33. അടുത്തത് 4000 മൂന്നക്ക സംഖ്യകളാണ്. 4000 കൂട്ടണം 679. 9000 പ്ലസ് 240, 3000 പ്ലസ് 336. അപ്പൊ എല്ലാ ഈ എക്സ്ട്രാ ക്വസ്റ്റ്യൻസിന്റെ ഉത്തരമൊക്കെ കണ്ടെത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ഈ പാഠത്തിന്റെ ഷോർട്ട് വീഡിയോയിൽ, അതായത് ഷോർട്സ് ഉണ്ട്, അപ്പൊ ആ ഷോർട്ടിൽ നമ്മൾ കമന്റ് ചെയ്യുക. അതിന്റെ കമന്റ് ബോക്സ് ഓപ്പൺ ആയിരിക്കും. കമന്റ് ചെയ്യുക. ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. അടുത്തത് കാർഡ് കൊണ്ടൊരു കളി. കുട്ടികൾ കാർഡുകൾ ഉപയോഗിച്ച് കളിക്കുകയാണ്. ഒരു പെട്ടിയിൽ ചുവപ്പ്, പച്ച, നീല, മഞ്ഞ എന്നീ നിറങ്ങളിലുള്ള കുറേ കാർഡുകളുണ്ട്. പെട്ടിയുടെ ഉള്ളിൽ നോക്കാതെ ഒരാൾക്ക് 8 കാർഡ് എടുക്കാം. ഓരോ കാർഡിനും വ്യത്യസ്ത പോയിന്റുകളാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ ചുവപ്പ് കാർഡിന് 1000, ചുവപ്പ് കാർഡ് ഒന്നിന് 1000, പച്ചക്കാർഡ് ഒന്നിന് 100, നീലക്കാർഡിന് 10, മഞ്ഞക്കാർഡിന് 1. ഇതാണ് പോയിന്റ്. ഒരു തവണ കളി കഴിഞ്ഞപ്പോൾ ക്ലാസ്സിലെ 6 കുട്ടികൾക്ക് കിട്ടിയ കാർഡുകളുടെ എണ്ണം നോക്കൂ. അവിടെ നോക്കി കുട്ടികളുടെ പേര്, ചുവപ്പ് എത്ര കാർഡ് കിട്ടി, പച്ച എത്ര കിട്ടി, നീല എത്ര കിട്ടി, മഞ്ഞ കിട്ടിയ പോയിന്റ് എത്രയാണ് ടോട്ടൽ ആക്കിയിട്ട് ആകെ പോയിന്റ് എത്രയാണെന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ അത് അരുണ് ഒരു ചുവപ്പ് കിട്ടി, അതുപോലെ 3 പച്ച കിട്ടി, 2 നീല കിട്ടി, 2 മഞ്ഞ കിട്ടി. അപ്പൊ എത്ര പോയിന്റ് കിട്ടി കാണും അരുണ്? 1000. അപ്പൊ നമ്മൾ ആദ്യം ഇങ്ങനെ എടുത്ത് എഴുതിയാൽ മതി. 1000, 3 പച്ച, 2 നീല, 2 മഞ്ഞ. അപ്പൊ ഇതെങ്ങനെ വായിക്കുക? 1322. അടുത്തത് മേരിക്ക് ആദ്യം 1000 കിട്ടിയത് എഴുതുക. 1 എഴുതി, പച്ച എത്ര? 7 എഴുതി, നീലയും മഞ്ഞയും കിട്ടിയോ? അപ്പൊ എന്ത് ചെയ്യണം? 1ഉം 7ഉം എഴുതിയാൽ മതിയോ? പോരാ. 1 ചുവപ്പ് എത്ര കിട്ടിയെന്ന് ആദ്യം എഴുതി, 1 എഴുതി. പച്ച എത്ര കിട്ടി? 7 അല്ലേ? 1 കഴിഞ്ഞ് 7 എഴുതി. നീല കിട്ടിയിട്ടുണ്ടോ? അത് ഇല്ല എന്നാണ്, അതുകൊണ്ടാണ് വര ഇട്ടിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? 0. ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ? 0 എന്നല്ലേ പറയാ. അപ്പൊ 0, മഞ്ഞ എത്ര? 0. അങ്ങനെ എത്രയാണ്? 1 എഴുതി, 7 എഴുതി, നീല ഒന്നുമില്ല അപ്പൊ 0 ഇട്ടു, മഞ്ഞ ഒന്നുമില്ല 0 ഇട്ടു. അപ്പൊ ഉത്തരം എന്താണ്? 1700 പോയിന്റ്. അടുത്ത ഫാത്തിമയ്ക്ക് ചുവപ്പ് 1 ഉണ്ട്, പച്ച ഉണ്ടോ? ഇല്ല, 0. നീല ഉണ്ടോ? ഇല്ല, 0. മഞ്ഞ 7. അപ്പൊ പോയിന്റ് 1007. ജാഫറിന് എത്ര പോയിന്റ്? 1025. ഉഷയ്ക്ക് 2060. ജോയ്ക്ക് 2006. ഓക്കെ,
ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത്? ഇവിടെ കിട്ടിയ പോയിന്റ് ഒക്കെ നമ്മൾ എഴുതിയിൽ ആർക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ ഏറ്റവും വലിയ നമ്പർ നോക്കുക. ഏറ്റവും വലിയ സംഖ്യ ഏതാണ് ഇതില്? ഇവിടെ നോക്കിയേ, 1000ന്റെ ഉണ്ടല്ലേ, 1000 എല്ലാം ഒന്നിൽ തുടങ്ങുന്ന സംഖ്യകളുണ്ട്, പിന്നെ 2ൽ തുടങ്ങുന്ന സംഖ്യകളുണ്ട്. അപ്പൊ ഏതായിരിക്കും വലുത്? തീർച്ചയായിട്ടും 1ആണോ 2ആണോ വലുത്? 2ആണ് വലുത് അല്ലെ? ഏറ്റവും വലിയ സംഖ്യ 2 അല്ലേ? 1ഉം 2ഉം നോക്കുമ്പോൾ 2ആണ് വലിയ സംഖ്യ. അപ്പൊ നമുക്ക് രണ്ട് സംഖ്യകൾ 2ൽ തുടങ്ങുന്നത് 2060 ഉണ്ട്, 2006 ഉണ്ട്. അപ്പൊ 60ആണോ വലുത് 6ആണോ വലുത്? 60ആണ് വലുത് അല്ലെ? അപ്പൊ ഉഷയ്ക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിരിക്കുന്നത് ഉഷ. കുറവ് പോയിന്റ് കിട്ടിയിരിക്കുന്നത് ആർക്കാണ്? അതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ സംഖ്യ 1007. ആർക്കാ കിട്ടിയിരിക്കുന്നത്? ഫാത്തിമയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. ലഭിച്ച പോയിന്റുകൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമത്തിൽ എഴുതൂ എന്ന് വെച്ചാൽ ഈ പോയിന്റുകൾ ചെറിയ സംഖ്യയിൽ നിന്നും വലിയ സംഖ്യ എന്ന രീതിയിൽ എഴുതാനാണ് പറയുന്നത്. ആദ്യം 1007, പിന്നെ 1025, 1322, 1700, 2006, 2060 ഇങ്ങനെയാണ് നമ്മൾ ചെറുതിൽ നിന്ന് വലുതെന്ന രീതിയിൽ എഴുതുക. ഓക്കെ, അടുത്തത് രഹന് 3000ഉം 200ഉം 3 1ഉം ലഭിച്ചു. ആകെ എത്ര പോയിന്റ് കിട്ടി? അപ്പൊ ശ്രദ്ധിക്കുക, ആദ്യം എത്ര ആയിരം എന്നുള്ളതാണ് ആദ്യം എഴുതേണ്ടത്. 1000 കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എഴുതണം 100 എത്ര കിട്ടി. 1000 നാലക്ക സംഖ്യകളുടെ സ്ഥാനങ്ങൾ എങ്ങനെയാണ്? ആദ്യം 1000, പിന്നെ 100, 10, 1 ഈ രീതിയിലാണ് നമ്മൾ 4 സംഖ്യകൾ എഴുതേണ്ടത്. അതേ ഓർഡറിൽ തന്നെ എഴുതണം. ഇതിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിലും അവിടെ എന്തിട്ട് കൊടുക്കണം? 0 ഇട്ട് കൊടുക്കണം, 0 ഇട്ട് കൊടുക്കണം. ഇവിടെ ആദ്യം 1000 തന്നിട്ടുണ്ടല്ലേ, 3 നമ്മൾ ആദ്യം എഴുതി, 3000 പറഞ്ഞാൽ 3 എഴുതി. 1000 കഴിഞ്ഞ അടുത്ത് എന്താണ്? 100 ആണ് അല്ലെ? അപ്പൊ 100 ഇവിടെ തന്നിട്ടുണ്ട്, 200, അപ്പൊ 2 എഴുതി. അടുത്തത് 100 കഴിഞ്ഞാൽ 1 അല്ല, 100 കഴിഞ്ഞാൽ 10 ആണ്. ഇവിടെ 10 തന്നിട്ടുണ്ടോ? 10 എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? 0 ഇട്ട് കൊടുക്കണം. 10 ഒന്നും ഇല്ല, അപ്പൊ 0. അടുത്തത് 1 എത്രയാണ്? 3. അപ്പൊ എത്ര പോയിന്റ് കിട്ടിയിരിക്കുന്നത്? 3203. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, കണ്ടില്ലേ, നമ്മൾ 0 ഇട്ട് കൊടുത്തില്ലായിരുന്നെങ്കിൽ, ഇവിടെ 10ന്റെ അവിടെ 0 ഇട്ടില്ലായിരുന്നെങ്കിൽ ഉത്തരം എന്തായിട്ടുണ്ടാവും? 323 ഉണ്ടാവും അല്ലെ? 3 അക്ക സംഖ്യ ആയിട്ടുണ്ടാവും. എത്ര വലിയൊരു വ്യത്യാസമാണ് നോക്കിക്കേ. അപ്പൊ 0 ഇട്ട് കൊടുക്കേണ്ടടുത്ത് 0 ഇട്ട് കൊടുക്കണം. 3203 ആണ് ഉത്തരം. ദിയയ്ക്ക് ഒരു പച്ചക്കാടും ഒരു ചുവപ്പ് കാർഡും 3 വീതം നീല മഞ്ഞ കാർഡുകളുമാണ് കിട്ടിയത് എങ്കിൽ ആകെ ലഭിച്ച പോയിന്റുകൾ എത്ര? അപ്പൊ പച്ചക്കാർഡാണോ ചുവപ്പ് കാർഡാണോ ആദ്യം എഴുതേണ്ടത്? പറഞ്ഞു 1000 ആണ് ആദ്യം എഴുതേണ്ടത് അല്ലേ? നമ്മൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് 1000 ആണ് ആദ്യം എഴുതേണ്ടത്. അപ്പൊ ചുവപ്പ് കാർഡിലെ ആദ്യം എഴുതേണ്ടത്. അപ്പൊ എത്ര ചുവപ്പ് കാർഡ് കിട്ടി? 1 ആണ് കിട്ടിയത്. അതിനുശേഷം എന്ത് എഴുതണം? നമ്മൾ പറഞ്ഞു, നമ്മൾ എന്താണ്, നമ്മുടെ 100 എത്ര 100 ഉണ്ട് അല്ലെ? എത്ര 100 ആണ് ഉള്ളത്? പച്ചക്കാർഡ് 100 ആണോ? അല്ല, എന്താണ്, പച്ചക്കാർഡ് 100 ആണ് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എത്ര 100 ആണ് ഉള്ളത്? 1. ഒരു 100 ആണ് ഉള്ളത്. പിന്നെ എത്ര നീല കാർഡാണ് ഉള്ളത്? 3 വീതം നീല മഞ്ഞ കാർഡുകൾ. 3 വീതം നീല മഞ്ഞ കാർഡുകൾ പറയുമ്പോൾ നമ്മുടെ എന്താണ്, 10ഉം അതുപോലെ 1ഉം. നീലക്കാർഡ് 10 അല്ലേ? നീലക്കാർഡ് 1. അപ്പൊ നീലക്കാർഡ് 3 എഴുതി. അതേപോലെ മഞ്ഞക്കാർഡ് എന്ന് വെച്ചാൽ 1 ആണ്, അതും 3 എഴുതി. പോയിന്റ് നോക്കിയാൽ 1133. അടുത്തത് നെക്സ്റ്റ് എന്താണ്, നമ്മുടെ ബന്ധൂരയ്ക്ക് 2123 പോയിന്റ് ആണ് ലഭിച്ചതെങ്കിൽ ഏതൊക്കെ കാർഡുകൾ എത്ര എണ്ണം വീതം കിട്ടിയിരിക്കും? അപ്പൊ എത്ര എണ്ണം കിട്ടിയിട്ടുണ്ടാവും നോക്കിക്കേ. ഏതൊക്കെ കാർഡുകൾ എത്ര എണ്ണം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ചുവപ്പ് കാർഡ് എത്ര കിട്ടിയിട്ടുണ്ടാവും? നമ്മൾ സംഖ്യ വായിക്കാം, 2123. ഇങ്ങനെയാണ് സംഖ്യ വായിക്കുക. അപ്പൊ ചുവപ്പ് കാർഡ് 1000 ആണ് നമുക്ക് അറിയാം. അപ്പൊ ഇവിടെ എത്ര 1000 എന്നാ പറയണത്? 2000 എന്നാ പറയണത്. അപ്പൊ അതുപോലെ പച്ചക്കാർഡ് എന്താ പറഞ്ഞത്? 100 ആണ് പച്ചക്കാർഡ്. അപ്പൊ ഇവിടെ എത്ര 100 ഉണ്ട്? 100 ആണുള്ളത് അല്ലെ? അടുത്തത് നമ്മുടെ 10ന്റെ കാർഡ് അടുത്ത സംഖ്യ 10 ആണ്. അപ്പൊ എത്ര നീലക്കാർഡ് കിട്ടിയിട്ടുണ്ട്? 2. അതിന്റെ അടുത്തത് 1ന്റെ കാർഡാണ്, അതായത് മഞ്ഞക്കാർഡ് 3. ഇങ്ങനെയാണ് ബന്ധുരയ്ക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇവിടെ സൈഡിൽ ചോദ്യമുണ്ട്, 50 നൂറുകൾ ചേർന്ന സംഖ്യ എത്ര ആയിരങ്ങൾ ചേർന്നതിന് തുല്യമായിരിക്കും? 100 നൂറുകൾ ചേർന്ന സംഖ്യയോ? അപ്പൊ 50 നൂറുകൾ, 50 ന്റെ കൂടെ നൂറുകൾ പറഞ്ഞ 100ന് എത്ര പൂജ്യമാണുള്ളത്? ഒരു 100ല് എത്ര പൂജ്യം ഉണ്ടാവും? 2 പൂജ്യങ്ങളാണ് ഉണ്ടാവുക അല്ലെ? അപ്പൊ 50 നൂറുകൾ എന്ന് പറയുമ്പോൾ എന്ത് എഴുതണം? 50ന്റെ കൂടെ 2 പൂജ്യം ഇട്ട് കൊടുത്താൽ അത് എത്ര ആയിരമായി നോക്കിക്കേ. 50ന്റെ കൂടെ 2 പൂജ്യം ഇട്ട് എത്ര ആയിരമായി നോക്കൂ? 5000 അല്ലെ? 5000, 3 പൂജ്യം അല്ലെ? അപ്പൊ 5000 ആയി. അടുത്തത് 100 നൂറുകൾ. 100 പറഞ്ഞാൽ 100ന്റെ കൂടെ 2 പൂജ്യം ഇട്ട് കൊടുത്താൽ സംഖ്യ എത്രയാണെന്നാ ചോദിക്കുന്നത്. എത്ര ആയിരമാണ്? 10. 1 0 10. 10,000. ഇതെങ്ങനെ വായിക്കുക? സംഖ്യ എങ്ങനെ വായിക്കുക? 10,000. 10,000. 1000 പറഞ്ഞാൽ ഈ 3 പൂജ്യം കൂട്ടുക. അപ്പൊ 10,000 എന്നാണ് വായിക്കുക. ഓക്കെ,
അടുത്തത് കാടുകൾ എത്ര? അപ്പൊ കാടുകൾ എത്ര എന്നാണ് അടുത്ത ചോദ്യം. നമ്മുടെ ഇത് കാടുകളുടെ തന്നെ ഒരു ചോദ്യമാണ്. ഇവിടെയും കാടുകൾ തന്നെയാണ് തന്നിരിക്കുന്നത്. 1000ന്റെ ഉണ്ട്, അതായത് 1000ന്റെ കാടിന് ചുവപ്പ്, നമ്മുടെ 100ന്റെ കാടിന് പച്ച, 10ന്റെ കാടിന് നീല, 1ന്റെ കാർഡ് മഞ്ഞ. കാർഡുകൾ ഉപയോഗിച്ച് കളിച്ചപ്പോൾ 4 കുട്ടികൾക്ക് കിട്ടിയ പോയിന്റുകൾ നോക്കൂ. ഓരോരുത്തർക്കും ഏതൊക്കെ കാർഡുകൾ എത്ര വീതം കിട്ടിയിട്ടുണ്ടാവും, പട്ടിക പൂർത്തിയാക്കൂ. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത അതേ ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. നമ്മൾ നേരത്തെ പോയിന്റ് കഴിഞ്ഞ പേജിൽ നമ്മൾ പോയിന്റുകളാണ് എഴുതിയതെങ്കിൽ ഇവിടെ കാർഡുകളുടെ നമ്പറാണ് എഴുതേണ്ടത്. അപ്പൊ അച്ചുവിന് 3140 പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പൊ എത്ര കാർഡുകൾ ഇവിടെ എടുത്തെഴുതിയാൽ മതി. ആദ്യത്തെ 1000 ആണ്, അടുത്തത് 100, അടുത്തത് 10, അടുത്തത് 1. അപ്പൊ ഓരോ സംഖ്യയിൽ എടുത്ത് എഴുതിയാൽ മതി. കണ്ടില്ലേ? അപ്പൊ 1000 എത്രയാണ്? ഇവിടെ 3 ആണ്. അപ്പൊ ഇവിടെ 3 എഴുതി. ഇവിടെ പച്ചക്കാട് വരെ 100 ആണ്. അപ്പൊ അടുത്ത സംഖ്യ 1 ഇവിടെ എഴുതി. അടുത്ത 4 അടുത്ത കോളത്തിൽ എഴുതി, 0 അടുത്ത കോളത്തിൽ എഴുതി. ഇതേപോലെ ജോണിക്ക് കിട്ടിയത് എഴുതാം. 2 3 0 3, റാണിക്ക് 3 1 2 2, ജയ 2 0 0 6. അച്ചുവിന് 3140 പോയിന്റ് കിട്ടിയത് 3000ഉം 100ഉം 4 10ഉം ചേർന്നിട്ടാണല്ലോ അല്ലെ? ഒന്നുമില്ല. അടുത്ത 2303നെ എങ്ങനെ എഴുതാം? ഇപ്പൊ ഇതുപോലെ എങ്ങനെയാണ് 2303നെ എഴുതാം? അപ്പൊ ഇതിൽ നോക്കൂ, എത്ര 1000 ഉണ്ട്? 2000. എത്ര 100? 300. 10 ഉണ്ടോ? 10 0 ആണ് അല്ലെ? 0. 1 എത്രയാണ്? 3. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഈ പാഠത്തിന്റെ ബാക്കി പോർഷൻ നമ്മുടെ അടുത്ത പാർട്ടിലുണ്ട്. നമ്മുടെ ഒന്നാമത്തെ പാർട്ടിന്റെ പാർട്ട് 3ലാണ് ബാക്കി പോർഷൻ ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും പാർട്ട് 1 കാണണം. നമ്മുടെ ഈ സെക്കൻഡ് പാർട്ട് കണ്ടതിന് ശേഷം നമ്മുടെ തേർഡ് പാർട്ട് കാണുക. അപ്പൊ എല്ലാ കൂട്ടുകാരും നമ്മുടെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കണം. അപ്പൊ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ മാത്സ് സബ്ജക്റ്റിലെ വേറെ സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളും അതേപോലെ ഈ ചാപ്റ്ററിന്റെ മറ്റു പാർട്ടുകളും മറ്റു ഭാഗങ്ങളും കാണാൻ നമ്മുടെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്